നമ്മളുടെ ഭരണഘടനയുടെ ഒരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഒരു സാലിയൻ ഫീച്ചറായിട്ടും നമ്മൾ പറയാറുണ്ട്, ഒരു പ്രശ്നമായിട്ടും നമ്മൾ പറയുന്നതാണ് ഇത്രയും വലിയ സൈസ്. നമുക്ക് ഒറിജിനൽ ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കാര്യം. പിന്നീട് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്താണ് ഈ റൈറ്റ്സിനെ കുറിച്ച് മാത്രം ബോധേഡ് ആയാൽ പോരാ, നമുക്ക് ഡ്യൂട്ടീസിനെ കുറിച്ച് കൂടെ ബോധേഡ് ആവണം. ആ സ്വർഗതുല്യമായ രാജ്യത്തിലേക്ക് എൻ്റെ രാഷ്ട്രത്തെയും നയിക്കണമേ എന്നാണ്. അങ്ങനെ ഒരു സ്വർഗതുല്യമായിട്ടുള്ള ഒരു ലോകം ആയിട്ട് നമ്മുടെ രാജ്യം മാറണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജനങ്ങളും വിചാരിക്കണം, ഭരണകൂടവും വിചാരിക്കണം. റൈറ്റ്സ് വാട്ട് വി ഗെറ്റ്, ഡ്യൂട്ടീസ് വാട്ട് വി ഗിവ്, ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വാട്ട് ദ സ്റ്റേറ്റ് മസ്റ്റ് ഡു. ഹലോ, നമസ്കാരം. ഇന്നത്തെ ഡിസ്കഷനിൽ എൻ്റെ കൂടെ ഉള്ളത് ജിതിൻ സാറാണ്. ഓൾറെഡി നിങ്ങൾ ജിതിൻ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ. ഇന്നത്തെ ഡിസ്കഷൻ സാറേ, എല്ലാവർക്കും മനസ്സിൽ നോർമലി PSC ഉദ്യോഗാർത്ഥികളുടെയൊക്കെ ഉള്ളിൽ വരുന്ന ഒരു ഡൗട്ട് തന്നെ ഒരു ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും, ഇവർ തമ്മിലുള്ള വ്യത്യാസവും റിലേഷൻസും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ സാറിന് കിട്ടിയപ്പോൾ എന്തായാലും അതൊന്ന് ചോദിക്കാമെന്ന് തന്നെ കരുതുക. സാറേ, ആക്ച്വലി എന്താണ് അതൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും? എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്? ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ഇത് നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഫാക്ച്വലായിട്ട് പഠിക്കാനാണെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് ഡയറക്റ്റീവ്സും ഒരു ലിസ്റ്റ് ഓഫ് ഡ്യൂട്ടീസും മാത്രമേ നമുക്ക് പഠിക്കാം. അല്ല, അത് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ. പിന്നീട് ഇപ്പൊ നമുക്കാണെങ്കിൽ അതിനകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. അതെന്താണ്? ഇപ്പൊ സാറ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ഇതെന്താണ് എന്നാണ് നമ്മളോട് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത്. സാർ എന്തായാലും ടോപ്പിക് ഏതായാലും നല്ല ഒരു സെലക്ഷൻ ആയിരുന്നു. നമുക്ക് ഭരണഘടനയുടെ പാർട്ട് 4 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും. അതായത് പേരിൽ തന്നെയുണ്ട്, നിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശിക്കുകയാണ് ആരോട്? ഗവൺമെന്റിനോട് നിർദ്ദേശിക്കുക, സ്റ്റേറ്റിനോട് നിർദ്ദേശിക്കുകയാണ് ചില തത്വങ്ങൾ. എന്തിനുള്ള തത്വങ്ങൾ? ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്, പോളിസി ഫോർമുലേഷനുമായി ബന്ധപ്പെട്ട് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് എന്തിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഈ നിർദ്ദേശങ്ങളായിട്ട് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്ത് വേണം നിങ്ങൾ രാജ്യത്തിൻ്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിയാമ്പിളിൻ്റെ ഒരു ആംപ്ലിഫിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രിയാമ്പിൾ സാർ വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളം എന്നിട്ട് പറഞ്ഞത് നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇന്ത്യയെ എങ്ങനെയുള്ള രാഷ്ട്രമാക്കി മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അപ്പോൾ ഇതാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഘടന പറയുന്നത്. സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്. അപ്പോൾ ഇത് നമ്മൾ വെറുതെ അവിടെ പറഞ്ഞാൽ പോരല്ലോ, ഇത് നമ്മൾ പ്രാവർത്തികമാക്കണം. അപ്പം അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ജനാധിപത്യ രാജ്യമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ സെക്യുലർ സ്റ്റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 25 പോലെയുള്ള മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഇതിനേക്കാളും പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ സോഷ്യലിസവുമായി ബന്ധപ്പെട്ട്, സോഷ്യലിസം എന്ന് പറയുമ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സമ്പത്തിൻ്റെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. അപ്പം ഇതൊക്കെ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭരണഘടനയിലെ പ്രൊവിഷൻസ് മാത്രം പോരാ, നമ്മുടെ ഭരണത്തിൽ കൂടെ, ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ കൂടെ നമ്മൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പം നമ്മൾ ആ ഒരു ലിസ്റ്റ് ഓഫ് ഡയറക്റ്റീവ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു ഡയറക്റ്റീവാണ് ഈക്വൽ വേജ് ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൻ എന്ന് പറയുന്ന ഒരു കാര്യം. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് നമ്മുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എന്താണോ ഭരണഘടനയുടെ ലക്ഷ്യമായിട്ട് ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് ഭരണഘടനയുടെ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മളതിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനെ ഒന്നുകൂടെ നമ്മുടെ റിയൽ അഡ്മിനിസ്ട്രേഷനിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്, ഈ നിർദ്ദേശക തത്വങ്ങൾ വെച്ചിരിക്കുന്നത്. അതുപോലെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് പറയുന്നതിന് മുമ്പ് നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയാതെ പോകാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇത്രയധികം റൈറ്റ്സ് അനുവദിച്ചു തന്നിട്ടുള്ള ഭരണഘടന നമ്മുടേത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അത് നമ്മളുടെ ഭരണഘടനയുടെ ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ ഒരു സാലിയൻ ഫീച്ചറായിട്ടും നമ്മൾ പറയാറുണ്ട്, ഒരു പ്രശ്നമായിട്ടും നമ്മൾ പറയുന്നതാണ് ഇത്രയും വലിയ സൈസ്. അതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ഇതാണ്, നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾസ് മാത്രമല്ല നമ്മുടെ ഭരണഘടന ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി കൂടെ നമ്മൾ അതിനകത്ത് എഴുതി ചേർത്തിട്ട്, അതുകൊണ്ടാണ് ഇത് ഇത്രയും വലുതായി പോയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. പാർട്ട് 3 എന്തോരം ആർട്ടിക്കിളുകളാണ് അതിനകത്തിരിക്കുന്നത്. 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകൾ. ഇത്രയും ആർട്ടിക്കിളുകൾ മുഴുവൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്.
അപ്പോൾ ഇത്രയും റൈറ്റ്സ് നമുക്ക് തരുന്ന സമയത്ത് ഓക്കെ, നമ്മൾ ആ റൈറ്റ്സ് എന്നുള്ള ഒരു സാധനം അവിടെ നിൽക്കട്ടെ, വീണ്ടും നമുക്ക് നമ്മുടെ ആമുഖത്തിലേക്ക് ഒന്നുകൂടെ പോവാം. അവിടെ ഉപയോഗിക്കുന്ന വാക്കുണ്ട്, നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തെ എങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് ടു എൻഷുവർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺ, ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും എന്ത് നൽകാൻ ശ്രമിക്കുന്നു? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി. അവിടെ നമ്മൾ റൈറ്റ് എന്നോ അതല്ലെങ്കിൽ ഫ്രീഡം എന്നോ അല്ല ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, ലിബർട്ടി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലിബർട്ടി. ഈ ലിബർട്ടിയെ നമ്മൾ ഒരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ ലീഗൽ ടെർമിനോളജിയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫ്രീഡം വിത്ത് ലീഗൽ റെസ്ട്രിക്ഷൻസ് ആണ്. അതായത് നിയമം അനുശാസിക്കുന്ന റെസ്ട്രിക്ഷൻസോട് കൂടിയിട്ടുള്ള ഫ്രീഡമാണ് ഈ പറയുന്ന ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പം അതെന്തിനായിരിക്കും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അതിന് മുകളിൽ വെക്കുന്നത്? ഇപ്പോൾ സാറിന് എന്തുണ്ട്? ഫ്രീഡം ഉണ്ട്. ഓക്കെ, സാറിന് ഫ്രീഡം ടു കില്ലുണ്ട്, ഒരാളെ കൊല്ലാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ സാറിന് എന്തുണ്ടാവില്ല? ലിബർട്ടി ഉണ്ടാവില്ല. യു കനോട്ട് ഹാവ് ദ ലിബർട്ടി ടു കിൽ അനദർ പേഴ്സൺ. കാരണം എന്താണ്? സാറിന് കൊല്ലാനുള്ള അവകാശമുള്ള പോലെ തന്നെ എനിക്ക് എന്തുണ്ട്? ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്തു പോകണം? ബാലൻസ് ചെയ്തു പോകണം. അപ്പോൾ അതിന് സാറിന് മുകളിൽ, സാറിൻ്റെ സ്വാതന്ത്ര്യത്തിന് മുകളിൽ എന്ത് വരണം? ചില ലീഗലായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് വരണം. അപ്പോൾ ആ ലീഗൽ റെസ്ട്രിക്ഷൻസ് അവിടെ കൊണ്ടുവരും. അപ്പോൾ അതിൻ്റെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആംപ്ലിഫിക്കേഷനാണ് നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനകത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മൾ ഒരിടത്ത് നമ്മുടെ റൈറ്റ്സ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ റൈറ്റ്സ് എപ്പോഴും നമുക്ക് രണ്ട് രീതിയിൽ വരും. ഒന്ന്, ഇൻഡിവിജ്വൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള റൈറ്റ്സും വരും, സൊസൈറ്റിയെ മൊത്തത്തിൽ ബാധിക്കുന്ന തരത്തിലുള്ള റൈറ്റ്സും. അപ്പം ഈ സൊസൈറ്റിയോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഈ വിഭാവനം ചെയ്തിട്ടുള്ള ഭരണഘടനയെ വിഭാവനം ചെയ്തിട്ടുള്ള ആ ഒരു രാഷ്ട്രത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അതിനകത്തേക്ക്. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ അതെങ്ങനെയുള്ളതായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളത് എന്ത് ചെയ്തിരിക്കുകയാണ്? ഡ്യൂട്ടീസ് ആയിട്ട് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ബേസിക്കലി പറഞ്ഞാൽ രണ്ടും ഡ്യൂട്ടീസാണ്. ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനിൽ പുലർത്തേണ്ട ഡ്യൂട്ടികളാണെങ്കിൽ, നമ്മൾ സിറ്റിസൺസ് ഡേ ടു ഡേ ലൈഫിൽ ഫുൾഫിൽ ചെയ്യേണ്ട, സ്റ്റേറ്റിനോട്, രാഷ്ട്രത്തോടും സമൂഹത്തോടും ഫുൾഫിൽ ചെയ്യേണ്ട ഡ്യൂട്ടീസാണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആയിട്ട് അവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് രണ്ടും ഡ്യൂട്ടീസാണ് ബേസിക്കലി. ഓക്കെ, മൊത്തത്തിലൊരു രാജ്യത്തോടും സമൂഹത്തോടുമുള്ള നമ്മുടെ കടമയും കടപ്പാടും ആ ഒരു സോഷ്യൽ ഇൻ്റഗ്രേഷനൊക്കെ ഒന്ന് അല്ലേ കൊണ്ടുപോകാൻ, കൃത്യമായിട്ട് കീപ്പ് ചെയ്യാനായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും. ഒരു ഓർമ്മപ്പെടുത്തലാണ് ബേസിക്കലി. അത് നമുക്ക് ഒറിജിനൽ ഭരണഘടനയ്ക്കകത്ത് ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്ന കാര്യം. പിന്നീട് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്താണ് ഓക്കെ ഈ റൈറ്റ്സിനെ കുറിച്ച് മാത്രം ബോധേഡ് ആയാൽ പോരാ, നമുക്ക് ഡ്യൂട്ടീസിനെ കുറിച്ച് കൂടെ ബോധേഡ് ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ സ്വരൺ സിംഗ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് 42nd അമെൻമെന്റ് ആക്ട് വഴി 1976 നമ്മൾ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണത്. നമ്മൾ എന്തൊക്കെ നമുക്ക് രാഷ്ട്രത്തോടുള്ള കടമ ഉണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തൽ തന്നെയാണത്. ശരി, ഡ്യൂട്ടീസിനെ പറ്റി വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിലേക്ക് റൈറ്റ്സിനെ പറ്റിയും വരും. നമുക്ക് റൈറ്റ്സിന് മേളിൽ എന്തെങ്കിലും ഒരു കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് കോർട്ടിൽ പോകാം. ഡ്യൂട്ടീസിൽ അങ്ങനെ എന്തെങ്കിലും അത് ജസ്റ്റിഷ്യബിൾ ആണോ സാറേ? ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ഈ DPSP ഇത് രണ്ടും ആക്ച്വലി ജസ്റ്റിഷ്യബിൾ അല്ല. രണ്ടുമല്ല. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് സാറ് പറഞ്ഞ പോലെ ആസ് ആൻഡ് വെൻ അവർ റൈറ്റ് ഗെറ്റ്സ് വയലേറ്റഡ് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് സുപ്രീം കോർട്ടിൽ പോവാം. ഓക്കെ, ആർട്ടിക്കിൾ 32 പ്രകാരം ഡയറക്റ്റായിട്ട് സുപ്രീം കോർട്ടിൽ പോയിട്ട് അത് എൻഫോഴ്സ് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന രണ്ടും എന്തല്ല, എൻഫോഴ്സബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള കാര്യമല്ല. സ്റ്റേറ്റിനോട് നമുക്ക് നിങ്ങളത് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമുക്ക് കോർട്ടിൽ പോയിട്ട് സ്റ്റേറ്റിനെ കൊണ്ട് ഒരിക്കലും അത് ചെയ്യിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ജസ്റ്റിഷ്യബിൾ അല്ലാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഭരണഘടന അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ശരി സാറേ, അത് മനസ്സിലായി. അപ്പം സാറ് പറഞ്ഞ പോലെ ഇത് ജസ്റ്റിഷ്യബിൾ അല്ലെങ്കിൽ ഇതിനതിൻ്റെ പ്രസക്തി എന്താണ് ശരിക്കും? ഓക്കെ, അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതിൽ നിന്ന് നമുക്കിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരാൻ പറ്റും. ഇത് ബേസിക്കലി രണ്ടും മോറലായിട്ടുള്ള കാര്യങ്ങളാണ് സാർ. ഇപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ലീഗലി നമുക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അടിച്ചേൽപ്പിക്കാനോ എല്ലാവരെ കൊണ്ടും നമുക്കൊരിക്കലും ചെയ്യിക്കാൻ കഴിയില്ല. ഇങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഒരു മോറൽ അതല്ലെങ്കിൽ ഒരു എൻലൈറ്റൻഡ് വേർഷന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. അത് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ജനാധിപത്യ സമൂഹത്തെക്കുറിച്ച് കൂടെ പറയാറുണ്ടല്ലോ. അതായത് ഒരു എൻലൈറ്റൻഡ് സിറ്റിസൺസ് എന്ന് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലിയിൽ എഴുതിയിട്ടുള്ള വരികളുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ. അതായത് നമ്മുടെ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ആൻഡ് ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം ആ ഒരു പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത്
ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേക്ക്. ആ സ്വർഗതുല്യമായ രാജ്യത്തിലേക്ക് എൻ്റെ രാഷ്ട്രത്തെയും നയിക്കണമേ എന്നാണ്. അപ്പം അങ്ങനൊരു സ്വർഗതുല്യമായിട്ടുള്ള ഒരു ലോകം ആയിട്ട് നമ്മുടെ രാജ്യം മാറണം എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ജനങ്ങളും വിചാരിക്കണം, ഭരണകൂടവും വിചാരിക്കണം. അപ്പോൾ അത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീഗലി എൻഫോഴ്സബിൾ ആയിട്ട് ഇത്രയും അധികം ഫ്രീഡം അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡം അനുവദിക്കപ്പെട്ടിട്ടുള്ള രാജ്യത്ത് അവിടെ നമ്മൾ അനുവർത്തിക്കേണ്ട ചില മോറൽ ഡ്യൂട്ടീസും അല്ലേ, അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അതൊരു ബാലൻസ് ചെയ്ത് പോവുക. അപ്പോൾ അത് നമ്മൾ മോറലി ഫുൾഫിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് DPSPയും വരുന്നത്. ഓക്കെ, ഓൾറെഡി സ്റ്റേറ്റിന് മുകളിൽ ഇപ്പോൾ നമുക്ക് ഭരണഘടന എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എല്ലായ്പ്പോഴും സ്റ്റേറ്റിൻ്റെ അധികാരത്തിൻ്റെ മുകളിലുള്ള റെസ്ട്രിക്ഷനാണ്. സ്റ്റേറ്റിൻ്റെ അമിതമായ അധികാരത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ ഭരണഘടന ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി സ്റ്റേറ്റിന് മുകളിൽ ആവശ്യത്തിലധികം റെസ്ട്രിക്ഷൻസ് ഭരണഘടന വെക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 1950 റിപ്പബ്ലിക് ആവുന്ന സമയത്ത് അതിനുള്ള സത്യം പറഞ്ഞാൽ അതിനുള്ള റിസോഴ്സോ പൊട്ടൻഷ്യലോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പല കാര്യങ്ങളും നമുക്ക് ആ പല ഡയറക്റ്റീവ്സ് എടുത്ത് നോക്കുമ്പോഴും നമുക്കത് മനസ്സിലാവും. അത് നമ്മൾ ഗ്രാജുവലി ഇങ്ങനെ ഓരോന്നായിട്ട് ഫുൾഫിൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കും. ഉദാഹരണം, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ സത്യം പറഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷ് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമായിരുന്നു. ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ട് വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് വേണമെന്നുള്ളത്. പക്ഷെ നമുക്കത് 86th അമെൻമെൻറ്റ് ആക്ട് വേണ്ടി വന്നു. നമുക്കത് നമ്മുടെ ഭരണഘടനയിൽ ഒരു മൗലികാവകാശമായിട്ട് മാറ്റാൻ. അപ്പം അതിനുള്ള കാരണം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇത്രയും കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. അത് സ്റ്റേറ്റിന് മുകളിൽ ഉണ്ടാക്കുന്ന എക്കണോമിക് ബേർഡൻ എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പം നമ്മൾ ഓരോ പൊട്ടൻഷ്യൽ, നമ്മൾ ഓരോ സ്റ്റേജ് എത്തുമ്പോഴും രാഷ്ട്രം വളരുന്നതിനനുസരിച്ച് നമ്മൾ പതുക്കെ എന്ത് ചെയ്യുക, ഇതിലേക്ക് എത്താം. അപ്പം അതിനുള്ളൊരു ദിശാസൂചികയാണ് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയും അതുപോലെ തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഓരോരുത്തരും, ഞാനും സാറും അടങ്ങുന്ന എല്ലാവരും ആ ഒരു എൻലൈറ്റൻഡ് സിറ്റിസൺസ് ആവും. ആ ഒരു ജനാധിപത്യ ബോധമുള്ള പൗരബോധമുള്ള ഒരു ജനങ്ങളായി ഇനി അറ്റ്ലീസ്റ്റ് ആവാൻ വേണ്ട മിനിമം കാര്യങ്ങളായിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നല്ല ഇന്ത്യക്കാരനോ ഇന്ത്യക്കാരിയോ ആവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു മോറൽ ഗൈഡൻസ് ആണ് രണ്ടും നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. സാർ, അപ്പോൾ ഇതിൽ വരുന്ന ഈ സാർ ഇപ്പോൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിട്ടുള്ള റിലേഷനൊക്കെ പറഞ്ഞായിരുന്നു. ഇതിൽ വരുന്ന കോൺഫ്ലിക്ട്സ് എങ്ങനെയാണ് സാറേ അത് പരിഹരിക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഭരണഘടനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അത് നമ്മുടെ ഈ അത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും തമ്മിൽ വലിയ കോൺഫ്ലിക്റ്റുകളൊന്നുമില്ല. പക്ഷേ കോൺഫ്ലിക്റ്റ് വരുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സും നമ്മുടെ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലാണ്. പ്രധാനമായിട്ടും ഈ ചില സോഷ്യലിസ്റ്റിക് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ ലാൻഡ് റീഫോംസുമായി ബന്ധപ്പെട്ട് വരുന്ന നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ഇതെപ്പോഴും നമ്മുടെ ആർട്ടിക്കിൾ 19 കോൺഫ്ലിക്റ്റ് വരാറുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജുഡീഷ്യറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട്, ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറയും. അതായത് കഴിയുന്നത്ര ഈ 3 സാധനങ്ങളും, ഇതൊരു എന്തല്ല ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ പാക്കേജുകളല്ല. ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് വേറെ എന്തോ ഒരു സാധനം, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വേറൊരു കാര്യം, അങ്ങനെയല്ല. ഇത് 3ഉം ഒരു ഇൻ്റഗ്രൽ ഹോളാണ്, ഒരു ടോട്ടൽ പാക്കേജിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പം കഴിയുന്നത്ര ഈ 3 കാര്യങ്ങളും കൺഫോമിറ്റിയിൽ പോകണം, ഒരു ഹാർമോണിയസ് ആയിട്ട് ഇവർ എന്ത് ചെയ്ത് പോകണം എന്നുള്ള രീതിയിലാണ് കോടതി ആ ഒരു ഡോക്ട്രിൻ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ ഇങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് റൈറ്റ്സ് വാട്ട് വി ഗെറ്റ്, ഡ്യൂട്ടീസ് വാട്ട് വി ഗിവ്, ആൻഡ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വാട്ട് ദ സ്റ്റേറ്റ് മസ്റ്റ് ഡു എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നമ്മൾ കൊടുക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി, സ്റ്റേറ്റ് ചെയ്യേണ്ടത് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായ ക്ലാരിറ്റിയിൽ ഈ ഒരു ടോപ്പിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ടിനെ, അല്ലെങ്കിൽ എനിക്കുണ്ടായിരുന്ന ഒരു സംശയത്തെ സാറത് ദൂരീകരിച്ച് തന്നിട്ടുണ്ട്. സാർ നേരത്തെ കോട്ട് ചെയ്ത കാര്യം തന്നെ വളരെ എൻലൈറ്റൻഡ് ആയിട്ടുള്ള, ദിശാബോധമുള്ള, പൗരബോധമുള്ള, ജനാധിപത്യ ബോധമുള്ള പൗരന്മാരായിട്ട് ഇതൊക്കെ പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് അല്ലേ ആ തരത്തിൽ വളർന്നു വരാനും കൂടെ സാധിക്കും. ഉദ്ദേശം തന്നെ അതാണല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല അടിപൊളിയായിട്ട് സാറ് നമ്മുടെ സംശയങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ തന്ന് നല്ല രസമായിട്ട് ഇത് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ ഇതേപോലെയുള്ള കണ്ടന്റുകളുമായിട്ട് ഞങ്ങൾ ഡിസ്കഷനിലേക്ക് വരുന്നതാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങൾ പറയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ പറ്റി കൂടുതൽ ഡിസ്കഷൻ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് കമൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറയുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ഡിസ്കഷനിൽ എൻ്റെ കൂടെ ജിതിൻ സാർ ഉണ്ടായിരുന്നപ്പോൾ സാറിന് താങ്ക്സ്. ഓക്കെ, ശരി സാർ.